ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയും അനയും തമ്മിൽ മുട്ടം വഴക്ക. എടാ, അവൾ ഇന്നിവിടെ വരരുതെന്ന് പറഞ്ഞിട്ടും പിന്നെ അവൾ എന്തിനാടാ വന്നത്? അവളുടെ രണ്ട് ചേച്ചിമാരുടെ വീടാ ഇത്. അവളുടെ ചേച്ചിയുടെ ചടങ്ങാണ് ഇവിടെ നടന്നത്. അപ്പം പിന്നെ അവളോട് വരണ്ടെന്ന് പറയാൻ നിനക്കെന്താ അധികാരം? അതുമല്ല, നന്ദുവിനെ വിളിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയോ. അങ്ങനെയുള്ളപ്പോൾ വരാതിരുന്നാലേ അവരെ അവഗണിക്കുന്നതിന് തുല്യ. എല്ലാം കണക്കാ, ഇവിടെയുള്ള സകലതകളും കണക്കാ. ഒരു മുത്തശ്ശനും മുത്തശ്ശിയും വയസ്സാം കാലത്ത് കൊച്ചുമക്കളുടെ ജീവിതം നന്നായി പോകണമെന്നല്ല അവർ തീരുമാനിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടി സ്വന്തം കൊച്ചുമോൻ്റെ ജീവിതം തകർക്കാനാണ് നോക്കുന്നത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വീട്ടിൽ എനിക്കിപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ല. ആകെപ്പാടെ സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെ വലിയമ്മയും നിൻ്റെ അമ്മയും മാത്രമാണ്, അല്ലാതെ വേറെ ആരുമില്ല. അവരെ കൂടെ കയ്യിലെടുക്കാൻ നോക്കുക രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടും. ഇതെല്ലാം ദേവയാനി ഒന്ന് മാറി നിന്ന് കേൾക്കുക. എന്തായാലും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനെ ഞാനിവിടുന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ദേവയാനി അങ്ങ് പോയി. എടാ, ദേ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നീ അത് കേട്ടതും ഈ വീട്ടിൽ ഒരു ദിവസമെങ്കിലും വഴക്കില്ലാതിരിക്കുന്ന ദിവസമുണ്ടോ? എപ്പോൾ നോക്കിയാലും വഴക്ക്. അങ്ങനെ വഴക്കുണ്ടാവാതിരിക്കണമെങ്കിലേ നീ എന്നെ സ്നേഹിക്കണം. നീ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കൂ. അല്ലാതെ എന്നെ സ്നേഹിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഏത് നേരവും വഴക്കുണ്ടാവും. അങ്ങനെ നിന്നെ ബോധിപ്പിക്കാൻ എനിക്ക് നിന്നെ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ, എന്തായാലും നിനക്ക് എൻ്റെ സ്നേഹം കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോ, എനിക്കതാ ഇഷ്ടം. അപ്പം പിന്നെ എനിക്ക് നിന്നെ സഹിക്കേണ്ടല്ലോ എന്നും പറയണാനി. അത് കേട്ടതും ഇപ്പം നിനക്ക് ഞാനൊരു ശല്യമായല്ലേ? അതേടി, നീ എനിക്ക് ശല്യം തന്നെയാ. നിന്നെപ്പോലെ ഒരുത്തി ഈ വീട്ടിൽ എന്ന് വന്നോ അന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ സമാധാനക്കേട്. പക്ഷെ നീ ഒന്നും ഓർത്തോ അനാമിക, ഒരിക്കലും നന്ദു ഈ വീട്ടിലേക്ക് വരാതിരിക്കില്ല. അവളുടെ ചേച്ചിമാരിവിടെ ഉള്ളിടത്തോളം കാലം അവൾ ഇങ്ങോട്ട് വരും. അതിനാരും എതിർക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയൊക്കെയാണ്. അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നയനയും ആദർശം വരിക. അപ്പോൾ ദേവയാനിയുടെ മനസ്സിൽ പേടിയായി. ഈശ്വര, ഇനി നയനെ എങ്ങാനും അവർ കൂട്ടിക്കൊണ്ട് പോകുമോ? അത് തടഞ്ഞേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ മോളെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ദേ, എന്തൊക്കെയായാലും ആദർശമോനെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ മോളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയാന്നെ. അത് കേട്ടതും നമ്മുടെ ആദർശ്, നയനെ നിനക്ക് വീട്ടിൽ പോകണോ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ നയന ആദർശിനെ നോക്കി ചിരിക്കുക. ഈ സമയം ദേവയാനി ദേ പറഞ്ഞു വിടുന്നതൊക്കെ കൊള്ളാം, എന്നിട്ട് പിന്നെ അവസാനം അവളെ കണ്ടില്ല എന്നും പറഞ്ഞ് കിടന്ന് ഉറങ്ങാതെ നടക്കരുത്. എന്തിനാ അമ്മേ? ഒരു 2 ദിവസം ഭാര്യയെ കാണാതിരുന്നു എന്ന് കരുതി എനിക്ക് ഉറക്കം വരാതിരിക്കുമൊന്നുമില്ല. പിന്നെ എനിക്ക് അവളെ കാണണമെങ്കിൽ വീട്ടിൽ പോയി കാണാമല്ലോ. അവളുടെ വീടും ഇവിടെ അടുത്ത് തന്നെയല്ലേ എന്നും ആദർശ് പറയുക. അത് കേട്ടതും ദേവേനി, ഇവനോട് ഞാനിപ്പം ഇനി എന്താ പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ നയനയ്ക്ക് കാര്യം മനസ്സിലായി. നയന, വേണ്ടച്ചാ, ഞാൻ വരുന്നില്ല. ആദർശേട്ടാ, ഞാൻ പോകുന്നില്ല. ഞാൻ വേറെ പിന്നെ എപ്പോഴെങ്കിലും പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴാണ് ദേവയാനിക്ക് സമാധാനമായത്. ഈശ്വര, സമാധാനമായി. അവൾ തന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദേവയാനി സമാധാനത്തോടെ നിൽക്കുക. അപ്പോഴേക്കും നവ്യ വരിക. മോളെ, എന്നാ അമ്മയച്ഛനും പോട്ടെ. മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അമ്മയെ വിളിച്ച് പറഞ്ഞാൽ മതി. അമ്മ ഉടനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിടാം കേട്ടോ. ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കരുത്. അച്ഛനും അമ്മയും ബുദ്ധിമുട്ടുമെന്ന് വിചാരിച്ച്. കേട്ടല്ലോ? ശരി അമ്മേ. അപ്പോൾ ദേവയാനി, എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നവ്യ എന്താ ആവശ്യം പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ എന്താ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ദേവയാനി. മോളുടെ അമ്മായിയമ്മയ്ക്കൊന്നും മോളെ ഇഷ്ടമല്ലല്ലോ. ഈ സമയത്ത് ഒരുപാട് ആഹാരങ്ങൾ കഴിക്കാൻ കൊതിയുണ്ടാവും. അങ്ങനെ വരുമ്പോൾ മക്കളെ അമ്മമാരെയല്ലേ വിളിച്ച് ചോദിക്കൂ. അമ്മായിയമ്മമാർ നല്ലതാണെങ്കിൽ അമ്മായിയമ്മമാരോട് ചോദിക്കാം. മക്കള് എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറയാണ്. ഈ സമയം എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ, പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അവരെ യാത്രയാക്കുക. ഈ സമയം ദേവയാനി അകത്തേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ്. അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്കൊരു സംശയം തോന്നുന്നു, അവൻ മനഃപൂർവ്വം ഈ ചടങ്ങ് മുടക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്താന്നാ. അതെ, അത് ശരിയാ. അവനും അവൻ്റെ അമ്മയ്ക്കും ഈ ചടങ്ങ് നടന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും കുളമാക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുന്നേറ്റ് പോയതായിരിക്കും. അതെന്തായാലും കറക്റ്റ് തന്നെയാണ്. അവൻ ചൊറിയുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അവൻ്റെ ദേഹം എങ്ങാനും തടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ തടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് ചൊറിഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് അവൻ്റെ അഭിനയമാണ്. അത് കേട്ടതും എനിക്ക് തോന്നുന്നു അവന് ശരിക്കും ചൊറിച്ചിലുണ്ടായിരുന്ന. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിയമ്മ അവർക്ക് ജ്യൂസ് കൊണ്ടുവന്നായിരുന്നു.
ആ കുട്ടിയെ ബുദ്ധിയുള്ള കുട്ടിയാ നവ്യ. അതുകൊണ്ടാ അമ്മായിയമ്മ കൊടുത്ത ജ്യൂസ് അവൾ ഭർത്താവിന് തന്നെ കൊടുത്തത്. കാരണം സ്വന്തം അമ്മ ചെയ്ത കുറ്റത്തിന് മകൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് ആ കുട്ടി ചിന്തിച്ചു കാണും. അതുകൊണ്ടായിരിക്കും അമ്മായിയമ്മ ജ്യൂസ് കൈ കൊടുത്തപ്പോൾ മകൻ ഭർത്താവിൻ്റെ കയ്യിലേക്ക് അവൾ ആ ജ്യൂസ് കൊടുത്തത്. ആ കുട്ടിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട്, ജലജ ആ ജ്യൂസിനകത്ത് എന്തോ കലക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ആ ജ്യൂസ് എടുത്ത് ചിരിച്ചുകൊണ്ട് നവ്യയ്ക്ക് കൊടുത്തത്. പക്ഷെ ബുദ്ധിയുള്ള നവ്യ അത് അബിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവിടെ ആ പൊട്ടൻ ബുദ്ധിയില്ലാത്തതുകൊണ്ട് അതൊന്നും ചിന്തിക്കാതെ ഒരൊറ്റ വലിക്ക് അത് കുടിക്കുകയും ചെയ്തു. ആ ജ്യൂസ് കുടിച്ചതിന് ശേഷമല്ലേ അവിടെ അബിക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. അത് ശരിയാണല്ലോ. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, പാവ നവ്യയുടെ കാര്യവും കഷ്ടമാണ്. ഈ കുടുംബത്തിൽ അവളെ സ്നേഹിക്കേണ്ട 2 പേരും ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ എന്ത് ചെയ്യാനാ. പാവം ആ കുട്ടി എന്നോട് അത് ഇടയ്ക്കൊക്കെ പറയാറുമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള താളം തെറ്റലുകളൊന്നും ഉണ്ടാവുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. പിന്നെ ആദർശിൻ്റെയും നയനയുടെ സ്നേഹം അതിപ്പോൾ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരിക അല്ലേടോ. അതെ, അത് ഇദ്ദേഹം പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോൾ അവരെ നമ്മൾ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചാലും അവർ പിരിയില്ല. അതുകൊണ്ട് അത്രയ്ക്ക് സമാധാനമുണ്ട്. പിന്നെ മാറിപ്പോയത് ജാനകിയുമാണ്. ജാനകിയുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. അവളാണെങ്കിൽ ഇപ്പോൾ ഏത് നേരവും നയനയും നവ്യയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുക. എന്നാൽ ദേവയാനിക്ക് കുറച്ച് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നയനയെയും നവ്യയും ഒക്കെ ഇപ്പോൾ ചേർത്ത് പിടിക്കുക. ഒരസുഖം വന്നപ്പോൾ എന്താണെന്ന് ജീവിതം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവയാനിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ജാനകി ജലജയൊക്കെ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ. ജാനകിയും ഇങ്ങനെ മാറി. പക്ഷേ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഇദ്ദേഹം കരുതിയോ? വസുന്ധരെ, നമ്മളങ്ങനെ കരുതില്ല എങ്കിലും ചില സമയം അങ്ങനെയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റുമ്പോൾ നമ്മൾ അനാമിക എന്താ ഉദ്ദേശിച്ചത്, നന്ദു വരാൻ പാടില്ല എന്ന്. പക്ഷേ നമ്മൾ വാശി പിടിച്ച് നന്ദു ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു വന്നു. അങ്ങനെ നന്ദു വന്നതിൻ്റെ ദേഷ്യത്തിൽ നമ്മൾ 2 പേരും മരിച്ചു പോകണമെന്ന് വരെയും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വസുന്ധരെ. പറയുന്നവർ പറയട്ടെ. നന്മയുടെ പിന്നാലെ പോവുക, നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക, അല്ലാതെ വേറൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസുന്ധരയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി നയന കൊടുത്ത സാരിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ജാനകിയും ജലജയും കൂടെ വന്നു. ഏട്ടത്തി ഇപ്പോൾ ഏത് നേരം ഭംഗി നോക്കലാണല്ലോ. അതേ ജാനകി, അതേ ജലജ, എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി. ഈ സാരി നല്ല രസമുണ്ടല്ലേ ഞാൻ ഇട്ടിട്ട്. എല്ലാവരും പറഞ്ഞു എനിക്കിത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്. ഏട്ടത്തിക്ക് പ്രായം കൂടിപ്പോയത് തോന്നുന്നുണ്ടോ ഏട്ടത്തി? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തിക്ക് പ്രായം കൂടിയെന്ന് തോന്നിയതുകൊണ്ടാണോ ഏട്ടത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഏട്ടത്തി വിചാരിക്കുന്ന പോലെയൊന്നും ഏട്ടത്തിക്ക് പ്രായം കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. പഴയതുപോലെ തന്നെ ഏട്ടത്തിരിക്കുന്നത് എന്നും ജലജ സോപ്പിടുക. അത് കേട്ടതും അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ എന്നും ദേവേനെ. ഏട്ടത്തി, ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത് ഏട്ടത്തി കേട്ടായിരുന്നല്ലോ. എന്തൊരു പുകഴ്ത്തലായിരുന്നു നയനെ. ഏട്ടത്തി ഇപ്പം അങ്ങനെ തന്നെയാണ്. അവളെ പുകഴ്ത്തുന്നില്ലെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ജാനകി, ഇനിയിപ്പോൾ ഈ വീട്ടിലുള്ളവരുടെ ഇഷ്ടം എതിർത്തുകൊണ്ട് നടക്കാൻ എനിക്ക് കഴിയില്ല. ഒരു അസുഖമൊക്കെ വന്ന് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് ഞാൻ. ഏതോ ഒരു പെൺകുട്ടിയാണ് വൃക്ക തന്നതും കരൾ തന്നതും. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്രൂരതകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ദൈവം തന്നൊരു ശിക്ഷയായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിൽ മാറി. ഇനി അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും മകൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഏട്ടത്തി എന്നാലും നയനയെ വിളിച്ചുകൊണ്ടുവന്നത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ മോനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവൻ എന്നെയും. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ വിഷമം കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റില്ല ജാനകി. അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞാനും പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നത്, അല്ലാതെ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടായിരുന്നില്ല ചടങ്ങിനിടയിൽ. ഇനി അടുത്തത് ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞിനെ കൊഞ്ചിക്കണമെന്നാ, നയനയുടെ 5ാം മാസ ചടങ്ങ് നടത്തണമെന്നാ. എന്താ ഏട്ടത്തിക്ക് അങ്ങനെയുള്ള വല്ല ആഗ്രഹമുണ്ടോ? എല്ലാവരും പറഞ്ഞ്
ഇപ്പം എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. പിന്നെ അവളുടെ വയറ്റിലായിരിക്കുമല്ലോ എൻ്റെ മോൻ്റെ കുഞ്ഞ് ജനിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേൻ ഇങ്ങനെ രണ്ടുപേരെ ഇടങ്ങണിട്ട് നോക്കുക. ഒന്നും പറയണ്ട ഏട്ടത്തി. എങ്ങനെയെങ്കിലും വ്രതം അനുസരിച്ച് അവർ രണ്ടുപേരും മുന്നോട്ട് പോകുമെന്ന് ഏട്ടത്തി ഞങ്ങൾക്ക് വാക്ക് തന്നതാ. ഇതിപ്പോൾ അതൊക്കെ ഏട്ടത്തി തടഞ്ഞു. ശബരിമലയ്ക്ക് പോയി വന്നതിന് ശേഷം ഏട്ടത്തി ആകെ അങ്ങ് മാറി. എന്താ ഏട്ടത്തി ഇത്? വല്ല അത്ഭുതവും സംഭവിച്ചോ? അവളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട്, അവളെയും ആദർശിനെ ഒന്നിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി ആകെ മാറിപ്പോയി. അത് കേട്ടതും, മാറിയത് ഞാനല്ല ജാനകി, നീയാ. ഇവിടെ വന്ന സമയത്ത് നയനയെ നീ ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. അവളെ കുറിച്ച് നീ ഓരോരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നയനയെ മാറ്റി നിർത്തുമ്പോഴൊക്കെ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. പക്ഷെ ഇപ്പോൾ നീ ഇങ്ങനെ മാറിപ്പോയതില്ല എനിക്ക് സങ്കടം. അത് കേട്ടതും, ഞാൻ മാറിയതല്ല ഏട്ടത്തി, എനിക്ക് ചിലവരുടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കി തന്നതാ ദൈവം. അങ്ങനെയാ ഞാൻ മാറിയത്, അല്ലാതെ എനിക്ക് അവരെ വെറുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയം. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എനിക്കിപ്പോൾ ആരോടും ഒരു ദേഷ്യവുമില്ല. ദേഷ്യം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? ജീവിതം ഇത്തിരിയേ ഉള്ളൂ. ഒരു സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ. അങ്ങനെയുള്ളപ്പോൾ വാശിയും വൈരാഗ്യവും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം അങ്ങ് ഒഴിവാക്കി സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ. ഞാൻ അങ്ങനെ ജീവിക്കാൻ തന്നെയാണ് ജാനകി തീരുമാനിച്ചിരിക്കുന്നത് എന്നും പറയാം ദേവേനെ. വാ ജാനകി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഏട്ടത്തിയോട് എന്ത് പറഞ്ഞാലും ഏട്ടത്തിയുടെ തലയിൽ കയറില്ല. വാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും വിളിച്ചുകൊണ്ട് ജലജ അങ്ങ് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണെങ്കിൽ ഇരുന്ന് ചൊറിച്ചിൽ. അപ്പോഴേക്കും ജലജ വന്നതും എന്താടാ ഇപ്പോഴും നിന്റെ ചൊറിച്ചിൽ മാറിയില്ലേ എന്ന് ചോദിക്കുക. ഇല്ല, എന്തൊരു കഷ്ടമായത്. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറയാത്തത്? അത് കേട്ടതും, എടാ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോഴാ നവ്യ അമ്മായിയമ്മയുടെയും ഭർത്താവിൻ്റെയും സംസാരം ഒളിഞ്ഞു വന്ന് കേൾക്കുന്നത്. എന്ത് പെട്ടെന്നായിരുന്നു? എടാ ഇതൊക്കെ തീരുമാനിച്ചത് പെട്ടെന്നായിരുന്നു എന്ന്. അല്ലെങ്കിൽ തന്നെ അനാമികയ്ക്ക് നന്ദു വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ചടങ്ങ് കുളവാക്കാൻ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് ജാനകി എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ആദ്യമൊന്ന് സന്തോഷിച്ചു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തേക്കാമെന്ന് കരുതിയത്. അതിനിടയിൽ നീ അത് മേടിച്ചു കുടിക്കുമെന്ന് ഞാൻ കരുതിയോ? എടാ ചൊറിയാനുള്ള മരുന്ന് കലർത്തി മരുമകളുടെ കയ്യിലേക്ക് ജ്യൂസ് എടുത്തു കൊടുത്തതല്ലേ ഞാൻ. അവളത് നിനക്ക് തന്നപ്പോൾ തിരുമണ്ടനായ നീ അത് മേടിച്ച് കുടിക്കുകയും ചെയ്തു. കഷ്ടം. എന്ത് ചെയ്യാനാ? എനിക്കറിയില്ലല്ലോ അതിനകത്ത് വിഷമുണ്ടെന്ന്, ചൊറിയണപ്പൊടി ഉണ്ടെന്ന്. അതാരും പറഞ്ഞുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുടിക്കില്ലായിരുന്നല്ലോ. എടാ മോനെ, എനിക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ പറയാതിരുന്നത്. ഇപ്പം തന്നെ നോക്ക്, ഏട്ടത്തി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവൾ മരണത്തെ മുഖാമുഖം കണ്ടതാ. അതിൻ്റെ കാരണം എന്താ? അനാമിക അന്ന് നയന ഉണ്ടാക്കി വെച്ച പാലിൽ വിഷം കലർത്തി, അതും എൻ്റെ മരുമോളെന്ന് പറയുന്ന ഒരുത്തിക്ക് കൊടുക്കാൻ. അവളത് കുടിച്ച് അവളുടെ വയറ്റിലെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചെന്നെ. നമ്മൾ ചെയ്ത എല്ലാ പ്ലാനുകളും ഇങ്ങനെയല്ലേടാ തകർന്നു പോകുന്നേ. നവ്യയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ഭരണകൂടെ ദൈവം ഉണ്ടടാ. പക്ഷേ അനാമികയെ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അന്ന് വിഷം കലർത്തിയതുപോലെ എന്തെങ്കിലും കണ്ടില്ലായിരുന്നോ നിൻ്റെ വലിയമ്മയുടെ അവസ്ഥ? ആ വിഷം കുടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നവരവർ. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. അവളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കണം, അതാണ് എൻ്റെ ഏക ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ദേഷ്യപ്പെടും. അതെല്ലാം കേട്ട് നവ്യ ഞെട്ടി നിൽക്കുകയാണ്. ഈശ്വര, അപ്പോൾ സംശയിച്ചതൊക്കെ ശരിയായിരുന്നു. എന്തായാലും ഇനി എങ്ങനെയാ ഈ വലിയ അമ്മായിക്ക് ഇതെന്താ പറ്റിയത്? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരിതെങ്ങനെയാണ് മാറിയതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അനാമികയെ ചൊടിപ്പിക്കാം. അവൾ എന്തെങ്കിലും വിഷം കൊണ്ടുവന്നാൽ അത് മരുമോൾക്ക് കലക്കി കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജിങ്ങനെ നിൽക്കും. ഈ സമയം ഭയങ്കര ദേഷ്യത്തോടുകൂടെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുക നവ്യ. എന്താടി, നിനക്കെൻ്റെ അനിയത്തി ഇങ്ങോട്ട് വന്നത് പിടിച്ചില്ല അല്ലേ? അതേടി, നിൻ്റെ അനിയത്തി ഇവിടെ വരുന്നതും പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അതെ, ഇനിയും എൻ്റെ അനിയത്തി ഇവിടെ വരും. അതുകൊണ്ട് നീ ഇങ്ങനെ ഇഷ്ടക്കേടും കൊണ്ട് ഇവിടെ നിൽക്കണമെന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോടി എന്നും നവ്യ പറയുക. അത് കേട്ടതും, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടി, എനിക്ക് ഭ്രാന്ത പിടിച്ചത്. അതെങ്ങനെയാണ് പിടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അനാമികയുടെ കരണത്തിട്ടൊരു ഒറ്റടി. അനാമിക ഞെട്ടിപ്പോയി. കണ്ണിൽ നിന്നും പൊന്നീച്ച മറന്നു പോകുന്ന അവസ്ഥ. നക്ഷത്രം എണ്ണി. അപ്പോഴേക്കും കവളത്ത് കയ്യം വെച്ച അനാമിക, നീ എന്തിനടി എന്നെ തല്ലിയത്? എന്തിനാണെന്ന് പറയണോ? എന്നാൽ ഒന്നുകൂടെ തരാം എന്ന് പറഞ്ഞുകൊണ്ട്
വീണ്ടും കൊടുത്തു, വീണ്ടും ഇപ്പുറത്ത് കൊടുത്തു, അപ്പുറത്തും ഇപ്പുറത്ത് പട്ടാന്ന് അടി കൊണ്ടതും അനാമികയ്ക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? ആ പറഞ്ഞു ഒരടി പന്നി എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് കവളത്തും തെങ്ങനെ അങ്ങോട്ട് അമർത്തി പിടിച്ചുകൊണ്ട് അനാമികയെ തള്ളി ആ സോഫയിലേക്ക് അങ്ങ് ഇട്ടു. അനാമിക തെറിച്ചു പോയി വീണു. നീ എന്തിനടി എന്നെ തല്ലുന്നതേ? എന്നെ തല്ലിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞ് അനാമിക അത് കേട്ട് എന്നാ മാറ്റടി, എന്തിനാ ഞാൻ നിന്നെ തല്ലിയെന്ന് പറയട്ടെ? എൻ്റെ നയനെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച പാലില് നീയും നിൻ്റെ വൃത്തികെട്ട തള്ളയും കൂടെ ചേർന്ന് വിഷം കലർത്തി വെച്ചു അല്ലേ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ? അത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ വിഷമൊന്നും കലർത്തിയിട്ടില്ല എന്നും അനാമിക. മിണ്ടിപ്പോകരുത്, നീ വിഷം കലർത്തിയെന്നും അത് നീയും നിൻ്റെ അമ്മയും കൂടെയാണ് ചെയ്തതെന്നും അതിന് സാക്ഷിയായിരുന്നവർ പറഞ്ഞടി. അവരുടെ വായിൽ നിന്നും തന്നെ ഞാൻ ആ സത്യം കേൾക്കുകയും ചെയ്തടി. എന്തായാലും ഇനി അതാരാ ചെയ്തതെന്ന് പോലീസുകാർ കണ്ടുപിടിച്ചോളും. ഈ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ വീടിൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചടി. എന്തായാലും ഇവിടെ പോലീസുകാരൻ കയറിയിറങ്ങിയ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്ക് പോലും ഞാൻ എല്ലാം മനസ്സിലാക്കി കൊടുക്കും. എന്തായാലും കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ നീ ഈ വീട്ടിലുള്ളപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. പോലീസ് വരട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, നിന്നെയും നിൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോട്ടടി ജയിലിലേക്ക് എന്നും പറയുക. നീ വെറുതെ തോന്നിയാസം പറയരുത്, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല. ഇനിയും കള്ളം പറഞ്ഞാലുണ്ടല്ലോ, കള്ളം പറയുന്ന നാവ്യം പിഴുതെടുക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നീ ചെന്ന് പറ ഞാൻ തല്ലിയ കാര്യം. അങ്ങനെ ഞാൻ തല്ലിയ കാര്യം നീ ധൈര്യത്തോടെ പറയുകയാണെങ്കിൽ ഞാൻ പറയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതുമല്ല, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യാം. സ്വന്തമായിട്ട് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ 7-ാം മാസം പോകേണ്ട ഞാൻ 5-ാം മാസം പോയി എന്ന് തന്നെ കരുതിക്കോളാം. എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല. നീ പോയി നിൻ്റെ മുത്തശ്ശിയോടും പറ ഞാൻ തല്ലിയെന്ന്. അത് കേട്ടതും ഈശ്വര, ഞാനതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഇവള് വായിക്ക് ലൈസൻസ് ഇല്ലാത്തവളാ, നാവിന് എന്തും വേണേ വിളിച്ചു പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക. എന്താടി നിൻ്റെ നാവിറങ്ങിപ്പോയോ? ഈ സത്യം ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാടി. ഇനി നീ എന്തെങ്കിലും ചെയ്താ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് നീ ഇവിടുന്ന് പുറത്താക്കും, നീ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അനാമിക ഒരു ഒറ്റ തള്ളി താഴെ ഇട്ടതിന് ശേഷം അവിടെ നിന്നും ദേഷ്യത്തോടെ നയനയും വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ നമ്മുടെ അനാമിക എന്നാലും ഇവളിതെല്ലാം അറിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും പറയണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പം നയന, എന്താ ചേച്ചി എന്തിനാ എന്നെ വലിച്ചുകൊണ്ട് വന്നത്? ഞാനൊരു കാര്യം പറയട്ടെ മോളെ, വാതിലടക്കട്ടെ എന്ന് പറഞ്ഞ് വാതിലടച്ച് കുറ്റിയിട്ട് നയനയോടും കാര്യങ്ങൾ പറയുക. നയനയും ഞെട്ടലോട് നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.